ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണൂ ട്ടോ. എങ്ങനെയാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തത്. ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം എല്ലാവരും കണ്ടോളൂ കേട്ടോ. എനിക്ക് ടൈം അത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വ്ളോഗൊന്നും എടുക്കാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് റെഗുലറായിട്ട് വ്ളോഗൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് ഒലേയുടെ ഈ ഒരു നിയാസമൈഡിൻ്റെ ക്രീം. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യണ ഒരു ക്രീമാണ് കേട്ടോ. ഞാൻ സ്കിപ്പ് ചെയ്യാത്ത എൻ്റെ മോയ്സ്ചറൈസറാണിത്. മേക്കപ്പ് ഡെയിലി ചെയ്തില്ലെങ്കിലും ഒലേയുടെ ഈ ഒരു മോയ്സ്ചറൈസർ ഇടാതെ ഞാൻ പുറത്തിറങ്ങാറില്ല. ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കറൻ്റ് ഒരു 7 മന്ത്സൊക്കെ ആയെന്ന് തോന്നിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല, ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കുറച്ചൊന്ന് ബ്രൈറ്റൻ ആക്കും കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യും. ഇതിൽ SPF ഉണ്ട്. സ്റ്റിൽ ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും. സൺസ്ക്രീൻ കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെൽബയുടെ ഒരു സൺസ്ക്രീനാണ്. ജസ്റ്റ് ഒരു ടോൺ അപ്പ് സൺസ്ക്രീനാണ്. ഒരു ടിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവും. അതേപോലെ ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടും. ഒരു പിങ്ക് ഗ്ലോ ആണ് ഇതിൽ തന്നത്. പിന്നെ നെക്കിലും യൂസ് ചെയ്യും. പിന്നെ സൺസ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് കയ്യിലും എല്ലാം യൂസ് ചെയ്യണം. ഞാൻ അത് യൂസ് ചെയ്യണ ഒരു ലോഷനാണ്. അത് ഞാൻ പിന്നീട് കാണിക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യണ ഒരു ഫിൽറ്ററാണ്. എൽഫിൻ്റെ ഈ ഒരു ഫിൽറ്റർ നൈസാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണ മിക്ക പ്രൊഡക്ട്സും നല്ല ഗ്ലോയി മേക്കപ്പ് കിട്ടാനുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ആ ഒരു മേക്കപ്പാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ കുറേ വ്ളോഗ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ലിങ്ക് തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ്. ഈ ഒരു ലിപ് ബാം എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. അത്രയ്ക്ക് ഇഷ്ടമുള്ള ലിപ് ബാമാണ് ഇത്. നല്ല ഡ്രൈ ലിപ്സിന് പറ്റിയ ലിപ് ബാമാണ്. ആരോ കോമെൻറ്റിൽ ചോദിച്ചിരുന്നത് പിഗ്മെൻറ്റേഷന് പറ്റിയ ലിപ് ബാമോ എന്ന്. അല്ല കേട്ടോ, ഇത് ഡ്രൈ ലിപ്സിന് പറ്റിയത് മാത്രമാണ്. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹ്യുദ ബ്യൂട്ടിയുടെ എംപവർ എന്നുള്ള പാലറ്റിലെ ഐ ഷാഡോ ആണ്. ഇത് ഞാനിപ്പോൾ കൈ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, വളരെ മടിയായിട്ട് ഇരിക്കണതുകൊണ്ടാട്ടോ ഞാൻ കൈ കൊണ്ട് യൂസ് ചെയ്യുന്നത്. നോർമലി ഞാൻ ബ്രഷാണ് ഐ ഷാഡോക്ക് യൂസ് ചെയ്യാറ്. നമ്മുടെ ഫേസ് വാഷ് ചെയ്യണ പോലെ തന്നെ ഞാൻ ഹാൻഡും നന്നായിട്ട് വാഷ് ചെയ്തിട്ടേ മേക്കപ്പ് ചെയ്യാൻ ഇരിക്കാറുള്ളൂ. കാര്യം ഞാൻ മിക്കപ്പോഴും കൈ കൊണ്ടായിരിക്കും മേക്കപ്പ് യൂസ് ചെയ്യണത്. ഐ ഷാഡോ നോർമൽ ബ്രഷാണെങ്കിൽ പോലും അത്രയും ഞാൻ ക്ലീൻ ചെയ്തിട്ടാട്ടോ എല്ലാം യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഐലാഷസ് വെക്കാമെന്ന് വിചാരിച്ചു. ഐലാഷ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഐലാഷസ് വെക്കാമെന്ന്. പിന്നെ കയ്യിൽ ഐ ഷാഡോ ഇരിക്കണതുകൊണ്ട് വൈപ്സ് കൊണ്ട് ഞാനൊന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് ഐലാഷസ് വെക്കുന്നത്. പിന്നെ ഐലാഷസിലാണ് കേട്ടോ ഞാൻ ഗ്ലൂ തേക്കുന്നത്. ഒരിക്കലും കണ്ണിൽ ഞാൻ തേക്കാറില്ല. അത് ഞാൻ എടുത്തു പറയുന്നത്. എപ്പോഴും നിങ്ങളും അങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ, അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഐലാഷസ് രണ്ടും വെച്ചതിന് ശേഷം ഒന്നും കൂടി ഐ ഷാഡോ കുറച്ച് ഡാർക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റ് ഷെയ്ഡാണ് തേച്ചത്. അപ്പോൾ ഞാൻ പീച്ച് ഷെയ്ഡാട്ടോ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടി വീണ്ടും ഞാൻ വേറൊരു പീച്ച് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നോർമലി ഞാൻ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മ്യൂയുടെ ഒരു ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാട്ടോ ഇത്. മ്യൂയുടെ UK കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് UK ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എനിക്കിഷ്ടമായി കേട്ടോ. മിക്ക മ്യൂയുടെ പ്രോഡക്ട്സും എനിക്കിഷ്ടമാണ്. അത് നല്ലതാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്, യൂസ് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെ മെബ്ലൈൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യണത്. അതിനുശേഷം നമ്മുടെ ബെനിറ്റെൻറ്റിൻ്റെ ബ്ലഷ് കൂടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഹ്യുദയുടെ പൗഡർ അണ്ടർ ഐയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്നാണ് തോന്നുന്നത് കേട്ടോ. ഐബ്രോ പെൻസിൽ ഞാൻ യൂസ് ചെയ്യണത് എൽഫിൻ്റെ ആണ്. മിക്കവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എനിക്ക് എൽഫിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സെല്ലാം ചെയ്ത് പിന്നെ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്ത് എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്ത് തന്നെ അത് ബാലുമായിട്ട് മിക്കപ്പോഴും പിന്നെ ഒരു വാച്ച് ഇട്ടതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ഹൈലൈറ്റർ. ഈ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ഒന്ന് ചേഞ്ച് ആവണം കണ്ടോട്ടോ. എന്താ ഗ്ലാസ് സ്കിൻ ആവണുണ്ട്. നല്ല ഗ്ലോ മേക്കപ്പിന് പറ്റിയൊരു ഹൈലൈറ്ററാണ്. ഞാനിത് ശരിക്കും റെക്കമെൻഡ് ചെയ്യും. എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ്. അത്രയും ഇഷ്ടമാണ്. കുറച്ച് എക്സ്പെൻസീവാണ്. നിങ്ങൾ എന്നാലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രൊഡക്റ്റാട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യണത് ഡെസ്ക് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാട്ടോ. ഹാനയുടെയോ ഇഷാനി കൃഷ്ണയുടെ ആരുടെയോ വീഡിയോയിലാണ്. അവർക്ക് ഞാൻ അത്രയും താങ്ക്സ് പറയാം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം. നന്നായിട്ട് നമ്മുടെ സ്കിൻ എന്താ ഗ്ലാസ് സ്കിൻ പോലെ. സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകാം. പിന്നെ എനിക്ക് മേക്കപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടാട്ടോ. ഇത് ലണ്ടനിലോട്ട് പോണേണ്. കുറച്ച് വ്ളോഗൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ പാക്ക് ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ആ ലോങ് വീഡിയോ പോയി കണ്ടോളൂ കേട്ടോ. എന്നിട്ട് വാട്ടോ.
ഞാൻ എന്ത് പ്രോഡക്റ്റ്സ് റെക്കമെൻഡ് ചെയ്യണത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യണത്. പിന്നെ ചെയ്യുന്നത് ഷോപ്പിംഗ് വ്ളോഗാണ്. അത് യൂസ് ചെയ്തിട്ടല്ല നമ്മൾ അൺബോക്സ് ചെയ്യണ കുറേ വ്ളോഗ് ചെയ്യാറുണ്ട്. റെക്കമെൻഡേഷൻ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ. പിന്നെ അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. പക്ഷേ കറൻ്റ്ലി ഞാൻ എപ്പോഴും ലിപ് ഗ്ലോസാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ എന്തോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഇത് നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അതും കൂടി യൂസ് ചെയ്തതിന് ശേഷം അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഒരുപാട് താങ്ക് യു എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നതിന്.